മക്കളെ, വെൽക്കം ടു എജുപുഡ്. അപ്പൊ ഇതാ നമ്മുടെ ഹിന്ദി എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പൊ ഹിന്ദി എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമീക്ഷ എഴുതുക എന്ന് പറയുന്നത്. സമീക്ഷ എഴുതാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ സമീക്ഷ എഴുതാനൊക്കെ ചോദിക്കുള്ളൂ, റിവ്യൂ എഴുതാനൊക്കെ ചോദിക്കുള്ളൂ. സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ദാ ഇവിടെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ദാ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കിസി ഏക് മൻ പസന്ദ് ഫിലിം കി സമീക്ഷ കരേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സിനിമയുടെ ഒരു സമീക്ഷ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് താരേ ജമീൻ പർ എന്ന് പറയുന്ന ഹിന്ദിയിലെ ഭയങ്കര രസമായിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് പോയിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ, രസമായിട്ടുള്ള സിനിമയാണ്, ഭയങ്കര രസമാണ്. അതിലൊരു പാട്ടുണ്ട്, മേ കബീ ബദലാതാ നഹീ പരന്ധേരെ സെ ഡർതാ ഹൂം മേ മാലേ. ഒരു അമ്മയെ കുറിച്ച് ഭയങ്കര രസമായിട്ടുള്ള ഒരു പാട്ടൊക്കെ വരുന്ന ഭംഗിയായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ നമുക്ക് ആ സിനിമയുടെ ആ ഒരു റിവ്യൂ, ഒരു സമീക്ഷ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, ബച്ചേ ഭൂത് കി തര. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സമീക്ഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിനിമ കണ്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം, അല്ലെ? ആ സിനിമയെ വളരെ ചുരുക്കി എങ്ങനെയാണ് എഴുതാൻ പറ്റുക? നല്ല ഈ ഫീലിങ്ങോട് കൂടി, അല്ലെ, നല്ല മർമ്മസ്പർശിയായിട്ട് എഴുതാനായിട്ട് നോക്കുക. അത് വായിക്കുന്ന ആൾക്ക് ആ സിനിമ മൊത്തത്തിൽ ഒരു 2-2.5 മണിക്കൂറിന്റെ സിനിമ ഒരു ചെറിയ അല്ലെങ്കിൽ 1-2 ചെറിയ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കുന്ന രീതിയിലാവണം എഴുതേണ്ടത്. ഭയങ്കര നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഭയങ്കര സെൻസിബിൾ ആയിട്ട്, ഭയങ്കര ഇമോഷണൽ, എല്ലാ ഫീലിങ്സും കൊടുത്തുകൊണ്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. രസമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, താരേ ജമീൻ പർ ഫിൽമി സമീക്ഷ. ബച്ചേ ബൂന്ദ് കി തര ഏകദം ശുദ്ധ ഓർ പവിത്ര ഹോത്തെ ഹെ. കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? മഴത്തുള്ളികളെ പോലെ അത്രയും ഭയങ്കര പവിത്രമാണ്, ശുദ്ധമാണ് എന്നൊക്കെയാണ് പറയുന്നത്. വേ കൽ കെ നാഗരിക് ഹെ. അവര് നാളത്തെ നാഗരികൻ കൂടിയാണ്. ലേക്കിൻ ദുഃഖ് കി ബാത് ഹെ കി ബച്ചോ കോ അനുശാസൻ കെ നാം പർ തമാം ബന്ദിഷോ മേ രഹനാ പഡ്താ ഹെ. പക്ഷെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ലിമിറ്റേഷൻസിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് തുറന്ന് അവരുടെ കഴിവുകളെ പുറത്തെടുക്കാനോ അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാനോ ഒന്നുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരാറുണ്ട്. 8 വർഷീയ ഇഷാൻ का मन पढ़ाई के बजाय കുത്തു മച്ലിയോ ഓർ പെയിന്റിംഗ് മേ ലഗ്താ ഹെ. 8 വയസ്സായിട്ടുള്ള നമ്മുടെ ഇഷാൻ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടറിന് എന്താണ്? പഠിക്കുന്ന കാര്യം ഒഴിച്ചിട്ട് അതായത് പട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, ഫിഷ് മീനിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അതുപോലെ പെയിന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവന് ഇൻട്രസ്റ്റ് ഉള്ളത്. ഓക്കെ, ഉസ്കെ മാതാ പിതാ ചാഹത്തെ ഹെ കി വ പഠായി പർ ധ്യാൻ ദേ. പക്ഷെ അവന്റെ അച്ഛനും അമ്മയും എന്താ ചിന്തിക്കുന്നത്? അവൻ കുറച്ചും കൂടെ പഠിത്തത്തിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആര് ചിന്തിക്കുന്നുണ്ട്? അവന്റെ പേരൻസ് ചിന്തിക്കുന്നുണ്ട്. ലേക്കിൻ കോയി നതീജ നഹീ നിക്കൽത്താ ഹെ. പക്ഷെ അതിൽ നിന്ന് വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അവൻ എന്താ ചെയ്യാൻ പറ്റുന്നില്ല? ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. ഇഷാൻ ഘർ പർ മാതാ പിതാ കി ഠാഠ് കാത്തെ ഹെ. അല്ല, അച്ഛനും അമ്മയൊക്കെ അവൻ എപ്പോഴും ചീത്ത പറയാറുണ്ട്. സ്കൂൾ മേ ശിക്ഷകോ കി ബി. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും ഒക്കെ അവന് എന്ത് കിട്ടാറുണ്ട്? കുറച്ച് മോശമല്ലേ, പഠിത്തത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ആളുകളെ ചില സ്കൂളുകളിൽ ചില ടീച്ചർ ആരെങ്കിലൊക്കെ അല്ലെ അങ്ങനെ ചെറുതായിട്ട് മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യാറുണ്ട്, അല്ലെ? ചീത്തയൊക്കെ പറയുന്നത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടോ. ഇപ്പോഴത്തെ സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ധാരണകൾ ഉണ്ട് എല്ലാവർക്കും, അല്ലെ? ഈ ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇന്ന് പറ്റുന്നുണ്ട്. പക്ഷെ എന്റെയൊക്കെ കുട്ടിക്കാലത്തിൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേർക്ക്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഒരു ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ അമ്മ, അവളെപ്പോഴും അവളുടെ അമ്മ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ചെറുതാവുന്ന സമയത്ത് സ്കൂളിൽ പോയിട്ട് എപ്പോഴും അവള് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വഴക്ക് കേട്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അവള് ഇപ്പോ +2 അല്ലെ, ഞാൻ +2 ആവുന്ന സമയത്ത് അവള് +2 CBSE ടോപ്പറാണ്, റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് വരാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന് എന്ത് ചെയ്യണം? നമ്മുടെ പേരൻസിന്, നമ്മുടെ അച്ഛനും അമ്മയും, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു ചെറിയ അതേ തത്വം വരുന്ന, അതേ അർത്ഥം വരുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പൊ നോക്കിക്കോളൂ, അച്ഛനും അമ്മയും എപ്പോഴും ഇവനെ ചീത്ത പറയുന്നുണ്ട്, അല്ലെ? മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. कोई भी या
जानने की कोशिश नहीं करता कि ईशान पढ़ाई पर ധ്യാൻ ക്യോ नहीं देते हैं അല്ലെ. എല്ലാവരും അവനെ ചീത്ത പറയാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അവന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവന്റെ ടീച്ചേഴ്സോ അവൻ എന്തുകൊണ്ടാണ് പഠിത്തത്തില് ശ്രദ്ധിക്കാൻ പറ്റാത്തത്, അതിന്റെ കാരണം എന്താണ് എന്ന് അവരാരും ചിന്തിക്കാറില്ല, ആരും നോക്കിയിട്ടില്ല, ആരും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. ഇസ്കെ ബജാവ് വേ ഈശാൻ കോ ബോർഡിംഗ് സ്കൂൾ ഭേജ് ദേത്തെ ഹെ. അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, അവര് ബോർഡിംഗ് സ്കൂളിലേക്ക് ഈ കുട്ടീനെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ. ഖിൽഖിലാത്ത ഈശാൻ വഹാ ജാക്കർ മുർജാ ജാത്താ ഹെ. ഭയങ്കര എനർജറ്റിക് ആയിട്ട് തുള്ളി കളിച്ച് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ഇഷാൻ പിന്നെ എന്ത് ചെയ്യാണ്, മുർജാ ജാത്താ ഹെ അല്ലെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ വാടി തളർന്നു പോവുകയാണ്. ഹമേഷ ഉദാസ് രഹനെ ലഗ്താ ഹെ. അവൻ പിന്നീട് എപ്പോഴും ഗ്ലൂമിയാണ്. ഉദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലൂമി. അവൻ അതിനുശേഷം പിന്നീട് എപ്പോഴും എങ്ങനെയാ, ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഉസ് പർ നിഗാഹ് ജാതി ഹി ആർട്ട് ടീച്ചർ രാം ശങ്കർ നികുംബ് की അല്ലെ. നമ്മുടെ രാം ശങ്കർ നികുംബ് എന്ന് പറയുന്ന നമ്മുടെ അമീർ ഖാന്റെ ക്യാരക്ടർ അവന്റെ സ്കൂളിലേക്ക് ആർട്ട് ടീച്ചർ ആയിട്ട് വരികയാണ്. ആൻഡ് ആള് ഇവനെ ശ്രദ്ധിക്കുകയാണ്. ഓക്കെ. ഇവന്റെ പേരൻസോ അല്ലെ ഇവനെ അതുവരെ പഠിപ്പിച്ച ടീച്ചേഴ്സോ ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ പുതുതായി വന്നിട്ടുള്ള ആർട്ട് ടീച്ചർ ഇവനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. उसकी उदासी का पता लगते हैं और उन्हें पता चलता है कि ईशान बहुत പ്രതിഭാശാലി है. അങ്ങനെ ആ ടീച്ചർക്ക് മനസ്സിലാവാണ് പഠിത്തത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവൻ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ആർട്ട് ടീച്ചർ നമ്മുടെ അമീർ ഖാന്റെ ക്യാരക്ടറിന് മനസ്സിലാവുകയാണ്. उसे अक्षरों को पढ़ने में പ്രതിഭാശാലി है लेकिन ഡിസ്ലെക്സിയ की बीमारी से वह पीड़ित है. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ നിന്ന് അവൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഉസേ അക്ഷരോं को पढ़ने में तकलीफ होती है. അവൻ അക്ഷരങ്ങൾ പഠിക്കാനായിട്ട് എന്തുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ലൈക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നുണ്ട്. അവൻ അക്ഷരങ്ങൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. अपने प्यार और दुलार से निघुम्प ईशान के अंदर छिपी प्रतिभा को सबके सामने लाते हैं അല്ലെ. അവനെ എല്ലാവരുടെയും മുന്നിൽ അംഗീകരിക്കുന്ന രീതിയിൽ അവന്റെ ഉള്ളിലെ ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മുടെ അമീർ ഖാന്റെ ക്യാരക്ടർ ശ്രമിക്കുകയാണ്. കഹാനി സരൽ ഹെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കഹാനിയാണ്. ജിസെ അമീർ ഖാൻ ने बेहद प्रतिभाशाली तरीके से पर्दे पर उतारा है. അമീർ ഖാൻ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പട്കദാക്കി ബുനാവട്ട് ഏകദം ചുസ്ത് ഹെ. നല്ല രസമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. छोटे छोटे भावनात्मक दृश्य रखे गए हैं जो सीधे दिल को छू जाते हैं. ഭയങ്കര ഇമോഷൻ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തെ നേരിട്ട് ഇങ്ങനെ തറയ്ക്കുന്ന തൊടുന്ന രീതിയിൽ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഉള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട്. സഭി ബച്ചോं का दिमाग और सीखने की क्षमता एक सी नहीं होती. എല്ലാ കുട്ടികളുടെയും പഠിക്കുന്നതിനുള്ള അല്ലെ ലേൺ ചെയ്യുന്നതിനുള്ള ആ ഒരു ബുദ്ധി, ആ ഒരു ദിമാഗ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ പേരൻസും അതുപോലെ നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഓരോരോ അധ്യാപകരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഒരേപോലെയല്ല. അപ്പൊ 10 കുട്ടികൾ എടുത്ത 10 കുട്ടികൾക്ക് ഒരേ ലെവലിലല്ല പഠിക്കാൻ പറ്റുക. ചിലർക്ക് പല രീതിയിലായിരിക്കും. ഇപ്പൊ ചിലർക്ക് എങ്ങനെയായിരിക്കും അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ കുറേ വായിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവും. പക്ഷെ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞിട്ട് അത് അതുപോലെ പറയുന്ന ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്കും പല രീതിയിലായിരിക്കും ടാലന്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒരേപോലെ ഒരേ വേവ് ലെങ്ത്തിൽ പഠിക്കാനും അതിനുള്ള ബുദ്ധി ദിമാഗൊന്നും എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ആയിട്ടല്ല ഉള്ളത്. ഫിലിം ദേഖ്തേ സമയ ഹർ ദർശക് ഇസ് ബാത് കോ മെഹസൂസ് കർത്താ ഹെ. ഈ സിനിമ കാണുന്ന സമയത്ത് ഓരോ ദർശകനും അത് കാണുന്ന ഓരോരുത്തർക്കും അത് മെഹസൂസ് ചെയ്യാൻ, അത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇഷാൻ की भूमिका में दर्शील सफारी इस फिल्म की जान है. ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഇഷാൻ എന്ന് പറയുന്ന ഈ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ഈ കുട്ടി ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആമിർ ഖാൻ മധ്യാന്തർ में आते हैं और छा जाते हैं. മിഡിൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക് പീരീഡ് അല്ലെ ഇന്റർമിഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അല്ലെ മിഡിലൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ അമീർ ഖാൻ വരുന്നതെങ്കിലും ബാക്കി സിനിമയിൽ മുഴുവൻ ആളങ്ങ് വെള്ളയാടിയിട്ടുണ്ട് അല്ലെ. ഡിസ്കാ ചോപ്ര ईशान की मम्मी ने एक माँ की बेचैनी पेश किया है. അമ്മയുടെ ആ വിഷമത്തിന് ഭയങ്കര രസമായിട്ട് ഇഷാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരുന്ന ആരാണ്, ഡിസ്ക ചോപ്ര എന്ന് പറയുന്ന നടി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സജീദ് എഞ്ചിനീയർ ഓർ സാരെ അധ്യാപകർ, നമ്മുടെ വിപിൻ ശർമ്മ എന്ന് പറയുന്നത് ഇഷാന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ്. അതുപോലെ ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. प्रसून जोशी द्वारा लिखे गीत बहुत कुछ कहते हैं और पर्दे पर उनको देखते समय प्रभाव और बढ़ जाता है. शंकर
एहसान लॉय का संगीत भी अच्छा है, फिल्म की ഫോട്ടോഗ്രാഫി बहुत भी പ്രഭാവശാലി है. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കഥയുടെ അല്ലെ ഒരു സിനിമയുടെ സമീക്ഷ എഴുതാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സിനിമ കണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത് എന്ന് എഴുതുക. അതിനുശേഷം ഓവറോൾ അതിന്റെ സിനിമ എങ്ങനെയുണ്ട്, അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട്, അത് എടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട്, അഭിനയിക്കുന്നത് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനത്തെ പാരഗ്രാഫിലും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമീക്ഷ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യം നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. ഫിലിം സമീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +1 നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് തന്നെ എഴുതുക, എക്സാം നല്ല മിടുക്കരായിട്ട് ഇരിക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.